ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ റൂമിലെത്തി ഇന്നലെ രാത്രിയിൽ. അപ്പം ഞാൻ പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി നമ്മൾ പുറത്തൊന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. സ്മൂത്തിക്ക് പൊടി ഇഡ്ഡലിയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇഡ്ഡലി സാമ്പാർ. അപ്പം ഞാൻ റെഡിയായി. അപ്പോൾ അവരെല്ലാം വെളിയിൽ റെഡിയായിട്ട് പുറത്ത് നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് വീട്ടിലോട്ട് പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് അസ്മൂട്ടി എന്ന് അവൾ ആദ്യമായിട്ട് എറണാകുളം വരുന്നത്, അവളെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ലോക്ക് ചെയ്ത് ഇറങ്ങിയ ഞാൻ പറഞ്ഞില്ല, അവരെല്ലാം റെഡിയായി ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ഹൈക്കോർട്ട് ജംഗ്ഷനിലൊക്കെ ഒന്ന് പോയി കറങ്ങി അസ്മുവിനെ ഒന്ന് സുഭാഷ് പാർക്കും ഒക്കെ ഒന്ന് കാണിച്ച്, എറണാകുളത്തോളം ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാം കാണിച്ച് ഒക്കെ വരാമെന്ന് വിചാരിച്ചു. പക്ഷെ അവർ വീട്ടിലേക്കുള്ള കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേരെയും കൊണ്ട് വരണ്ട, നീ ഒന്ന് പോയി സിറ്റിയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെങ്ങനെ പറഞ്ഞു വിട്ട്. അപ്പം ഞങ്ങൾ ഒരു ചെറിയ ബോട്ട് റൈഡ് എടുത്തു. അപ്പോൾ അവരെല്ലാം പറഞ്ഞിരുന്നുണ്ട് നമുക്ക് എവിടെല്ലാമാണ് നമ്മൾ പോകുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ കാണിക്കുന്നതെന്ന് ഇവർ ഓരോ ടൈമിലും പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ബോയോട്ടി പാലസ് എന്ന് പറയുന്ന നമ്മുടെ വെള്ളി നക്ഷത്രം ഷൂട്ട് ചെയ്ത പാലസാണ്. അവിടെ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുമായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല രസമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. നല്ലൊരു ഫീലായിരുന്നു, നല്ല വൈബായിരുന്നു. കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റി നല്ല വൈബായിരുന്നു കേട്ടോ. അപ്പോൾ മാരേജ് ഫംഗ്ഷൻ നടക്കുകയാണ്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോന്നിൻ്റെയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിന് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ ടൈമിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഒരു 2-3 വീഡിയോ ഇതിനകത്തില്ല, എഡിറ്റ് ചെയ്തപ്പോൾ അത് പോയി. അപ്പോൾ ഒരു ബോട്ടൊക്കെ വന്നായിരുന്നു കേട്ടോ. ബോട്ട് വന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ വെള്ളം കുലുങ്ങുന്നതിനനുസരിച്ച് നമ്മളും കുലുങ്ങുമായിരുന്നു. ഒരു ചെറിയ പേടിയൊക്കെ വന്നു കേട്ടോ. അതില്ലേ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഷിപ്പ്യാർഡല്ല, കൊച്ചിൻ ബോട്ടിൻ്റെ ഒക്കെ ഒരു ഇതൊക്കെ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റി. അതുപോലൊന്നും അല്ല കേട്ടോ, നിൽക്കാതെ ഇതിനകത്ത് കിടപ്പുണ്ട് വലിയ ഷിപ്പൊക്കെ. നമ്മുടെ കിടക്കുന്ന വലിയൊരു ഷിപ്പാണ്, ഒരുപാട് കണ്ടെയ്നേഴ്സൊക്കെ വെച്ചിട്ടുള്ള വലിയൊരു ഷിപ്പാണ്. കുട്ടികളെയൊക്കെ കൊണ്ട് നമുക്ക് സത്യമായിട്ടും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബോട്ട് റൈഡായിരുന്നു. ഹെഡിന് 200 റുപ്പീസ് അഡൽട്സ് കേട്ടോ. കിഡ്സിന് ഇവർ പിന്നെ കൊച്ചു പിള്ളേരായിരുന്നു, നമുക്ക് എടുക്കേണ്ടി വന്നില്ല. നല്ലതാണ്. പിന്നെ നല്ല എൻജോയ്മെൻ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെട്ടൊരു സോങ്ങുമാണിത്. അത് നല്ല എൻജോയ് ചെയ്തു. പിള്ളേരെയൊക്കെ കൊണ്ടുപോയാൽ നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ട്രിപ്പാണ് കേട്ടോ. ഇക്കാക്ക് ഡാൻസ് കളിക്കുമ്പോൾ ഇക്കാക്കും ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. നമുക്കൊരു ഹാഫ് അവർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകത്ത് ഉള്ളൊരു റൈഡാണ്. നമുക്ക് നന്നായിട്ട് നോക്കാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കുറേ കോളേജ് സ്റ്റുഡൻസിനെ നമ്മൾ മീറ്റ് ചെയ്തു. അവരുടെ എന്തോ ക്യാമ്പയിനായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അസ്മു അവിടെ ഇങ്ങനെ കറങ്ങി നടക്കും. അവർക്ക് ഇങ്ങനെ വിശാലമായ സ്ഥലങ്ങൾ കണ്ടെങ്കിൽ ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പം നമ്മൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മളൊരു പിസ്സ കോർണർ ഉണ്ടായിരുന്നു. അതിനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ എന്ത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ പിസ്സയും ലോഡഡ് ഫ്രൈസും ആണ് ഓർഡർ ചെയ്തത്. പിന്നെ 3 മൊജിറ്റോയും പറഞ്ഞായിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ നാളത്തേന് വേണ്ടിയിട്ട് വാപ്പിയും മോള് റെഡി ആവണം. മെയിനായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഹസ്ബൻഡിൻ്റെ അത് ഹെയർ കട്ട് ചെയ്യണമായിരുന്നു. പിന്നെ ഇക്കാക്കൊന്ന് ജസ്റ്റ് ഷേവ് ഒക്കെ ചെയ്തൊന്ന് ഇതാവണമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അതിന് ഇറങ്ങാൻ ഒരുപാട് ലേറ്റായി കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് വീട്ടിലോട്ടൊന്ന് പോകണം, മാളവിനിയുടെ വീട്ടിലോട്ടൊന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നത്. ഒന്നും നടന്നില്ല. എല്ലാ കറക്കവും പിന്നെ അലറതിലുള്ള പർച്ചേസും ഒക്കെ കഴിഞ്ഞിട്ട് രാത്രിയായി. അവർ റൂമിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മൾ ചെന്നപ്പോഴത്തേനും അവരൊന്നും കാണും. എന്തായാലും നാളെ കാണാം.